ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഞാനും ഹസ്ബൻഡും നേരെ ഇവിടെ B&Q എന്ന് പറയുന്ന ഷോപ്പിലേക്ക് പോയി. അവിടെ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. നമുക്ക് കുറേ നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഒരു ബാർബിക്യൂ മേടിക്കണം എന്ന് കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ബാർബിക്യൂവിനെക്കാട്ടും ഇഷ്ടപ്പെട്ട അവിടുത്തെ പൂക്കളാണ് കേട്ടോ. എൻ്റെ പൊന്നും ഒന്നും പറയണ്ട. നിങ്ങൾക്കറിയാലോ, പണ്ട് മുതലേ ഞങ്ങൾക്ക് പൂക്കൾ അല്ലെങ്കിൽ ചെടികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭ്രാന്താണ്. അപ്പോൾ എന്തായാലും പോയ കാര്യം നമ്മളവിടെ പോയി കുറേ തപ്പി നോക്കിയപ്പോഴത്തേക്കും വലിയ റേറ്റിൻ്റെ ഉണ്ട്, മീഡിയം റേറ്റിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു മീഡിയം റേറ്റിൻ്റെ ആണ് എടുത്തത്. എന്നാൽ വലുതുമാണ് കേട്ടോ. അതിന് കുറച്ച് ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. 200 പൗണ്ടിൻ്റെ 150 പൗണ്ടിന് കിട്ടി. അപ്പോൾ അത് മേടിച്ച് പിന്നെ മുന്നോട്ട് നടന്ന് കുറേ പൂക്കൾ, ഇതൊക്കെ പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ. എൻ്റെ പൊന്നും എന്നാ പറയാനാണ്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോരാൻ തോന്നത്തില്ല. അതുപോലെയാണ് ഇപ്രാവശ്യത്തെ ഇതുണ്ടോ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ വരണമെന്ന് തോന്നത്തില്ല. അതുപോലെ നമ്മുടെ മനം കവർന്നു പോകും കേട്ടോ. ഇത് നോക്ക് നിങ്ങൾ, എത്ര തരത്തിലുള്ള ഡാലിയകളാണ്. റെഡുണ്ട്, പിങ്കുണ്ട്, വൈറ്റുണ്ട്, യെല്ലോ ഉണ്ട്. എന്നെ പൊന്നെ, ഏത് കളറാണ് ഇല്ലാത്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അവിടെ ചെന്ന് ഓറഞ്ച് കളർ വരെ. പക്ഷേ ഇത് സമ്മർ ആയതുകൊണ്ട് കുറച്ച് റേറ്റും കൂടുതലാണ്. കാരണം എല്ലാവരും ഈ സമ്മറിൽ വീടിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ അലങ്കരിക്കുന്ന ടൈമാണല്ലോ. അതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് സാധാരണ മറ്റ് സീസൺസിനെക്കാട്ടും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരും അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ദൈവം, എനിക്കങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നിയില്ല. അതുപോലത്തെ എന്നാ പറയുക ഫ്ലവേഴ്സാണ്. പിന്നെ മണം കുറവാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, പൂക്കൾ കാണാൻ ഭംഗിയാണ്, പക്ഷെ മണം കുറവാണ്. പിന്നെ വെറൈറ്റിയാണ്. ഇപ്രാവശ്യം കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഡാലിയാസിൻ്റെ തന്നെ വെറൈറ്റികളും പല വെറൈറ്റി ഫ്ലവേഴ്സും വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ഒരു വലിയ പോട്ടിനകത്ത് 5-8 തൈകളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ? എത്ര പേരാണ് ഇവിടെ, എത്ര ആൾക്കാരാണ് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് മേടിക്കാനാണെങ്കിൽ നമുക്ക് മുഴുവൻ മേടിക്കാൻ തോന്നും കേട്ടോ. കയ്യിൽ കാശുണ്ടായാൽ മതി. പക്ഷെ നമുക്ക് അത്രയൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഫ്ലവേഴ്സ് ഒന്നും മേടിച്ചില്ല കേട്ടോ. ഞാൻ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എടുത്ത് എങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാതിരിക്കും. ഇതൊരു വെറൈറ്റി ഫ്ലവർ കേട്ടോ. നമ്മുടെ എന്നാ പറയണ്ടേ, നമ്മുടെ പൂമ്പാറ്റയൊക്കെ ചെടിയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സാണ് എനിക്കിത് കാണുമ്പോഴത്തേക്കും. ഒരു കുഞ്ഞു നൂല് പോലത്തെ കൊമ്പയിൽ എന്നാ പറയുക, ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്ന, ഒരു പൂ ഇങ്ങനെ, എന്ത് രസമല്ലേ കാണാൻ, നമ്മുടെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ. അതുപോലെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ജമന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ചെടികളൊന്നും മേടിച്ചില്ല. കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഒരുപാട് ചെടികളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ ഇനി അതെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഏരിയയില്ല. ഇതുകൊണ്ട് ഈ മഞ്ഞച്ചെടി, മഞ്ഞപ്പൂക്കൾ എന്ത് രസമല്ലേ, മഞ്ഞപ്പൂ അതെനിക്ക് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇത് വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കാണുന്ന ചെടിയല്ല ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതും എന്ത് ഭംഗിയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് മതിയാകത്തില്ല. അതുപോലെ പൂക്കളാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒത്തിരി ചെടികൾ വീട്ടിലുള്ളതുകൊണ്ട് എല്ലാം കൂടെ അവിടെ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല റേറ്റുമാണ്. നമുക്ക് അങ്ങനെ ചെടികളൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി ചെടി ഓൾറെഡി മേടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഡാലിയാസിൻ്റെ തന്നെ സെക്ഷൻ കേട്ടോ. അതിനകത്ത് വേറെ കളറുകളൊന്നുമില്ല. ഈ ഒരു റെഡും ഈ ലൈറ്റ് പിങ്കും മാത്രമേ ഈ സൈഡിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും എല്ലാം എടുത്ത് വീഡിയോസും എല്ലാം എടുത്ത് മനസ്സ് തിരിച്ചു പോരാൻ തോന്നിയില്ല. എങ്കിലും തിരിച്ചു പോരണമല്ലോ. അപ്പോൾ നമ്മുടെ സാധനം മേടിച്ച് വീട്ടിൽ പോകുന്നു. താങ്ക് യു സോ മച്ച്.